പലതവണ CPM-ന്റെ നടപടിക്ക് വിധേയനായ PK ശശി ഇപ്പോൾ പാർട്ടി വിടാനൊരുങ്ങുന്നു എന്ന വാർത്തയാണ് വരുന്നത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്നും ബ്രാഞ്ച് കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തിയതിനു ശേഷം പാർട്ടിയിൽ അത്രയ്ക്ക് സജീവമൊന്നുമല്ലായിരുന്നു. നിരവധി ആരോപണങ്ങൾ, സ്ത്രീപീഡന ആരോപണമൊക്കെ PK ശശിക്കെതിരെ ഉയർന്നു വന്നിരുന്നു. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വേദിയിലാണ് കഴിഞ്ഞ ദിവസം പ്രത്യക്ഷപ്പെട്ടത്. അതിന് പിന്നാലെ ചില മുൻ SFI, DYFI നേതാക്കളൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉന്നയിക്കുകയും DYFI നേതാക്കളൊക്കെ വലിയ രീതിയിൽ വൈറലായ ചില പ്രസംഗങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തു. ശരിക്കും PK ശശി CPM വിടുകയാണെങ്കിൽ എന്തായിരിക്കും പ്രധാനപ്പെട്ട കാരണം? അല്ല, PK ശശി എന്ന് പറയുന്ന ഫ്യൂഡൽ ആറാം തമ്പുരാനെ, അങ്ങനെയാണല്ലോ ആർഷോ പറഞ്ഞത്, ആറാം തമ്പുരാനെ യഥാർത്ഥത്തിൽ വളർത്തി ആറാം തമ്പുരാനാക്കി മാറ്റിയത് CPM-ആണ്. അതായത് ഫ്യൂഡൽ ഒരു മാടമ്പി തന്നെയാണ് PK ശശി എന്ന് പറയുന്ന കഥാപാത്രം. അതേപോലുള്ള ആളുകൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മെമ്പർഷിപ്പ് കൊടുത്ത് അവരെ ഏരിയ കമ്മിറ്റിയിലാക്കി, ജില്ലാ കമ്മിറ്റിയിലാക്കി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ സംഘടിതമായിട്ടുള്ള മൂവ്മെൻറ്റിൻ്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവന്ന് അംഗീകാരം നേടിക്കൊടുത്തു എന്ന് പറയുന്നത് CPM ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ്. കാരണം ഇത്തരം ആളുകളെയൊക്കെ സഹകരിപ്പിക്കുക എന്നല്ലാതെ പാർട്ടിയുടെ ലീഡർഷിപ്പിലേക്ക് യഥാർത്ഥത്തിൽ കൊണ്ടുവരാൻ പാടില്ല എന്നതിൻ്റെ ഒരു പാഠം കൂടിയാണ് അൻവറും PK ശശിയും പോലുള്ള ആളുകൾ CPM-ന് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.